Good morning students. ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നീ ചാപ്റ്റേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം. കണ്ടിന്യൂറ്റി ഓഫ് ദ ഫങ്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദ ഫങ്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി പഠിച്ചതാണ് ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എന്താണെന്നുള്ളത്. ഒന്നുകൂടെ നോക്കാം. ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ എക്സിസ്റ്റ് ഇഫ് ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു എ ഫൈനൈറ്റ് വാല്യൂ, ലെറ്റ് ഇറ്റ് ബി എൽ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓർക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? ലെഫ്റ്റ് ലിമിറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. എന്താണ് ഈ എ മൈനസ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത്? എക്സ്റ്റെൻസ് ടു എ മൈനസ് മീൻസ് എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു എ ബട്ട് ലെസ് ദാൻ എ. അതായത് എക്സ് എടുക്കുന്ന വാല്യൂസ് എക്ക് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ്, പക്ഷേ എനേക്കാൾ കുറവ്. അതിനാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. അതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ഇനി റൈറ്റ് ലിമിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു എ ബട്ട് ഗ്രേറ്റർ ദാൻ എ. ഫോർ എക്സാമ്പിൾ എക്സ്റ്റെൻസ് ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ്, അതായത് 2നേക്കാൾ കുറയാം, 2നേക്കാൾ കൂടാം. ഫോർ എക്സാമ്പിൾ 1.999 എന്നൊക്കെ പറയുന്ന വാല്യൂസ് 2ന് അടുത്ത് കിടക്കുന്നു, പക്ഷെ എന്താണ് ലെസ് ദാൻ 2. അതുപോലെ 2.0001 എന്നൊക്കെ പറയുന്ന വാല്യൂ എന്താണ്, എടുക്കുന്ന വാല്യൂസ് ഗ്രേറ്റർ ദാൻ 2, പക്ഷെ 2ന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ 2ന് എക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനേക്കാൾ കുറയാം, അതുപോലെ എനേക്കാൾ കൂടാം. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് രണ്ട് ലിമിറ്റ് വരുന്നത്, ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എൽ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ഫൈനൈറ്റ് വാല്യൂ. ആ ഫൈനൈറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എ ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ ഏത് എക്സിസ്റ്റ് ചെയ്യും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ റെപ്രസെൻറ്റേഷനാണിത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എൽ, വേർ എൽ ഈസ് ദ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, ഇനി എന്താണ് കണ്ടിന്യൂറ്റി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ആൻഡ് ദാറ്റ് ഈസ് സെയിം ആസ് എഫ് ഓഫ് എ, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നതും ഈ എല്ലിന് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. എ എന്ന് പറയുന്നത് എന്താണ്? വേറെ എ ഈസ് എ പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ഡൊമൈൻ ഓഫ് എഫിലുള്ള ഒരു വാല്യൂ ആണ് എ. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0, 2 ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കാം, എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന എല്ലാ കേസിലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1. അതായത് എക്സ് ലെസ് ദാൻ 0 ആയാലും ശരി, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാലും ശരി, ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസിലും ഒരേ ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഏതെടുത്താൽ മതി? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ എഴുതിയിട്ട് കാണാം നിങ്ങൾക്ക്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? 1. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് 1. ഇങ്ങനെ സെപ്പറേറ്റ് എഴുതണമെന്നില്ല. കാര്യം ഇവിടെ എന്താണ്, എക്സ് ലെസ് ദാൻ 0 ആയാലും ഗ്രേറ്റർ ദാൻ 0 ആയാലും സെയിം ഫംഗ്ഷനാണ്. നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കാണാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. അപ്പോൾ ആൻസർ വരിക 1. ഓക്കെ, ഇനി നമുക്ക് എഫ് ഓഫ് 0യുടെ വാല്യൂ നോക്കാം. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0. അതിനർത്ഥം എന്താണ്?
ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ഇവിടെ y ഈക്വൽ ടു 1 ആണ് എപ്പോഴും എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസിൽ. അപ്പോൾ എക്സ് 0 അല്ലാത്ത എല്ലാ കേസിലും ഫങ്ഷൻ്റെ വാല്യൂ, അതായത് y വാല്യൂ 1 ആണ്. അപ്പോൾ y ഈക്വൽ ടു 1ൻ്റെ ഗ്രാഫ് കാണാം ഇവിടെ. എക്സ് ഈക്വൽ ടു 0ൽ എഫ് ഓഫ് എക്സ് എന്താണ് 2. അപ്പോൾ 0ൽ വരുന്നത് 2 ആണ്. അപ്പോൾ 0, 2 എന്ന് പറയുന്ന ഈ ഗ്രാഫിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഏത് പോയിൻ്റായിട്ട് വരുന്നില്ല? 0, 1. അത് ഞാൻ ഒരു ഓപ്പൺ സർക്കിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ 0, 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണിക്കാനാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കുക. ഇവിടെ എക്സ് ഈക്വൽ ടു 0ൽ 2 ആണ് y വാല്യൂ വരുന്നത്. ഇനി എക്സ് ടെൻസ് ടു 0 വരുന്നത് 0-നേക്കാൾ കുറഞ്ഞാലും ശരി 0-നേക്കാൾ കൂടിയാലും ശരി എക്സ് ടെൻസ് ടു 0 വരുന്ന രണ്ട് കേസിലും നമ്മുടെ y വാല്യൂ ഏതിലേക്കാണ് പോകുന്നത്? 1ലേക്ക്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് ആയാലും റൈറ്റ് ലിമിറ്റ് ആയാലും നമുക്കിവിടെ 1 ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 0, 3 ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0ന് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് എക്സ് ഇവിടെ എടുക്കുന്ന വാല്യൂസ് ലെസ് ദാൻ 0 വരുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ ആൻസർ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 1 വരും. അപ്പോൾ ആൻസർ വരിക 1. ഇനി റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 3. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 3. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് വരും. അതിനർത്ഥം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ആൻഡ് ഹിയർ എഫ് ഓഫ് 0 നോക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്താണ്? 1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 0 എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. പക്ഷേ ഇവിടെ ഏതിൽ കണ്ടിന്യൂസ് അല്ല? എക്സ് ഈക്വൽ ടു 0ൽ. ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. എക്സ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 0, 0വും അതിനേക്കാൾ കുറവായ എല്ലാ വാല്യൂസിലും ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 1. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിൽ വാല്യൂ എത്രയാണ്? 3. ഇതാ എല്ലാത്തിലും 3 ആണ് വരിക. ഓക്കെ, അപ്പോൾ എക്സ് ടെൻസ് ടു 0 മൈനസ് ഈ ഗ്രാഫിൽ നോക്കുക. എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് 0ന് അടുത്തേക്ക് ഇതെങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്കും വാല്യൂ എത്രയാണ് വരുന്നത്? ഇവിടെ 1. ഇനി എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ വരും അല്ലേ. അപ്പോൾ എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ y വാല്യൂ എത്രയാണ്? 3. ഇതിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് പ്രകാരം തന്നെ എന്തല്ല ഫംഗ്ഷൻ ഇതാ ഇവിടെ വന്നു, ഇവിടെ എത്തിയ ഒരു ബ്രേക്കാണ്, പിന്നെ ഇങ്ങോട്ടേക്ക് പോകും. സോ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് കാണേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 3. എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2 × 1 + 3 ദാറ്റ് ഈസ് 2 + 3 5. ഇവിടെ എഫ് ഓഫ് 1 എന്താണ്? ഫംഗ്ഷൻ്റെ വാല്യൂ. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 × 1 + 3 ദാറ്റ് ഈസ് അഗെയിൻ 5. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നമ്മൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് എക്സ് എന്താണ്? -x ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇവിടുന്ന് ഏതൊക്കെ കാണണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. കാര്യം എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഒരു ഫംഗ്ഷനാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ വേറൊരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, അതായത് എക്സ് ലെസ് ദാൻ 0, ഫംഗ്ഷൻ എന്താണ്? -x. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 0 വരും. റൈറ്റ് ലിമിറ്റ് എടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0, അപ്പം നമുക്ക് എക്സ് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.
അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതേ അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. അത് എഫ് ഓഫ് 0ന് ഈക്വൽ ആണോ എന്ന് നോക്കിയേ. എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എന്താണ്? എക്സ്. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ അപ്പോഴും നമുക്ക് 0 കിട്ടും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു വി ഷേപ്പ് ഗ്രാഫ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ എക്സ് ടെൻസ് ടു 0 മൈനസ് ആയാലും എക്സ് ടെൻസ് ടു 0 പ്ലസ് ആയാലും ശരി, ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് ഇവിടെ ഗ്രാഫ് പ്രകാരം? 0 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3 ഇഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 ഇഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0ൽ 1, അതായത് എഫ് ഓഫ് 0 എത്രയാണ്? 1. ഇനി ഇവിടെ നോക്കിക്കോളൂ, എക്സ് ലെസ് ദാൻ 0 ആയാലും ഗ്രേറ്റർ ദാൻ 0 ആയാലും ഒക്കെ ഒരേ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഏതിലേക്ക് പോകാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ടെൻസ് ടു 0ലേക്ക് പോകുമ്പം എന്താണ് വാല്യൂ? ഫംഗ്ഷൻ വാല്യൂ വരുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 പ്ലസ് 3 ദാറ്റ് ഈസ് 3. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് 3 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0. എഫ് ഓഫ് 0 1 ആണ്. അപ്പോൾ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഗ്രാഫൊക്കെ നിങ്ങൾക്ക് ജിയോജിബ്രയിൽ വരച്ച് നോക്കാം. ജിയോജിബ്രയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇൻപുട്ടിൽ കൊടുക്കുക, അപ്പോൾ ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇനി എ റിയൽ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ദ ഡൊമെയിൻ ഓഫ് എഫ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റിലാണ്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് പറയേണ്ടത് അതിൻ്റെ ഡൊമെയിനിലുള്ള പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടില്ല. ഡൊമെയിനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മളെന്ത് പറയും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് മൈനസ് 2 ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. നമുക്കിവിടെ വേണ്ടത് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഇത് മൊത്തത്തിൽ അല്ല, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് പ്ലസ് 2 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ലെറ്റ് എ ബി എ റിയൽ നമ്പർ ആൻഡ് എ ഈസ് ലെസ് ദാൻ 1. അപ്പോൾ എ ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് പ്ലസ് 2. അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. എ ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് പ്ലസ് 2. അപ്പം നമുക്ക് കിട്ടുക എക്സിന് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ പ്ലസ് 2 കിട്ടും. ഇനി എഫ് ഓഫ് എ എന്താണ്? എ ലെസ് ദാൻ 1 വരുന്ന എല്ലാ കേസിലും എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്ത് വരും? എ പ്ലസ് 2. അപ്പോൾ അതിനർത്ഥം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ നമ്പേഴ്സ് ലെസ് ദാൻ 1. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ 1ൻ്റെ കേസ് നോക്കാം. അപ്പോൾ ലെറ്റ് എ ബി എ റിയൽ നമ്പർ ആൻഡ് എ ഈസ് ഗ്രേറ്റർ ദാൻ 1. ആ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് മൈനസ് 2. അപ്പോൾ എക്സിന് എ കൊടുത്താൽ എ മൈനസ് 2. ഈ കേസിൽ എഫ് ഓഫ് എ എന്താണ്? ഈ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്തായിരിക്കും? എ മൈനസ് 2. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. So the function is continuous for all real numbers greater than 1. അപ്പോൾ ഏതൊരു റിയൽ നമ്പറും ലെസ് ദാൻ 1 ആയാലും ഗ്രേറ്റർ ദാൻ 1 ആയാലും ഉള്ള കേസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കേണ്ടത് എവിടെയാണ്? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ആ കേസിൽ എക്സ് പ്ലസ് 2 ആണ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് റൈറ്റ് ലിമിറ്റാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിൽ എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് 1. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അതിനർത്ഥം എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്.
അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഗിവൺ ഫംഗ്ഷനെ പറ്റി എന്ത് പറയാം? ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ പോയിന്റ്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് എക്സെപ്റ്റ് 1 ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റ്സിലും നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ്. ഇനി ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന കേസിൽ, അതായത് 1ഉം അതിനേക്കാൾ കുറവായ എല്ലാ വാല്യൂസിലും എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 2 ആണ്. അപ്പം നമുക്ക് ഇത് ലൈനിൻ്റെ ഗ്രാഫാണെന്നറിയാലോ. എക്സിന് 0 കൊടുത്താൽ എന്ത് വരും? 2. അപ്പോൾ 0, 2 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ. ഇനി എക്സിന് 1 കൊടുത്താൽ എന്താണ് വരിക? 1 + 2 ദാറ്റ് ഈസ് 3. ഇനി ഇതൊരു പോയിൻ്റാണ്. ഇത് രണ്ടും ലൈനിലെ പോയിൻ്റാണ്. ഇതിലേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗ്രാഫ് കിട്ടും. ഓക്കെ. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് മൈനസ് 2 ആണ്. എക്സ് 1 വരുന്നില്ല, 1നേക്കാൾ കൂടുമ്പോൾ. അപ്പം നമുക്കൊരു 2 കൊടുത്ത് നോക്കാം. അവിടെ 2 കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് വരിക? 2 - 2 വന്നിട്ട് 0. അപ്പോൾ 2, 0 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ഇനി അതുപോലെ 3 കൊടുത്തു കഴിഞ്ഞാൽ 3, 1 എന്ന് പറയുന്നത് മറ്റൊരു പോയിൻ്റാണ്. അതിൽ കൂടിയാണ് ലൈന് പാസ് ചെയ്യുന്നത്. ഈ ഗ്രാഫ് നോക്കിയിട്ടും നമുക്ക് പറയാം. ഇപ്പോൾ 1-അടുത്തേക്ക് പോകുമ്പോൾ ഫ്രം ലെഫ്റ്റ് സൈഡ് പോകുമ്പോഴത്തേക്കും നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നത്? അതായത് y വാല്യൂ 3 ആണ് വരുന്നത്. ഇനി 1നേക്കാൾ കൂടുതൽ എടുക്കുമ്പോഴത്തേക്കും ആ കേസിൽ y വാല്യൂ വരുന്നത് -1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗ്രാഫ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Discuss the continuity of the function f of x is equal to 1/x, x not equal to 0. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഏതിനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 0 അല്ലാത്ത എല്ലാ നമ്പേഴ്സിനും. ഓക്കെ, അപ്പോൾ ലെറ്റ് എ ബി എനി റിയൽ നമ്പർ അതർ ദാൻ 0. 0 അല്ലാത്ത ഒരു നമ്പറായിട്ട് എടുക്കാം. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ 1/x ദാറ്റ് ഈസ് 1/a. ഈ കേസിൽ എഫ് ഓഫ് എയും എന്താണ്? 1/a. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കിട്ടും. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ പോയിന്റ്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ഇനി നമ്മളിവിടെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 0ന് എന്താണ് ഫംഗ്ഷന് സംഭവിക്കുന്നതെന്നൊന്നും ചെക്ക് ചെയ്യാം. ഇവിടെ ഗിവൺ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ 0 ഇല്ല, എന്നാലും 0ൽ ഫംഗ്ഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സിന് ഡയറക്റ്റ് നമുക്ക് 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. 1/0 വരും, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 0ന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. 0ന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ 2 കേസ് വരും. 0നേക്കാളും ലെസ് ആവാം, 0നേക്കാളും ഗ്രേറ്റർ ആവാം. ഓക്കെ, അപ്പോൾ എക്സ് ടെൻസ് ടു 0 മൈനസും എക്സ് ടെൻസ് ടു 0 പ്ലസും ആണ് അവിടെ വരിക. അപ്പം നമുക്ക് 0ന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഫ്രം ലെഫ്റ്റ് സൈഡ് എടുക്കാം. അപ്പം നമുക്കറിയാം 0-അടുത്ത് വാല്യൂസ് വരുന്ന ഏതൊക്കെയാണ്? -0.1, -0.01, 0.01 അങ്ങനെ അല്ലേ, നെഗറ്റീവ് കൊടുത്തിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എഫ് ഓഫ് എക്സിന് എന്താ സംഭവിക്കുന്നത്? ഇപ്പം -0.1 ആണെങ്കിൽ 1/-0.1 വരും. അതായത് -1/0.1. -1/0.1 എന്ന് പറയുമ്പോൾ 10 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് പോകും? -10. അതേപോലെ -0.01 എടുക്കുമ്പോഴത്തേക്കും y വാല്യൂ എന്ന് പറഞ്ഞാൽ 1/-0.01 വരും. 100 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും -100ലേക്ക് പോകും. നെക്സ്റ്റ് വാല്യൂ നോക്കാം, -0.001. അപ്പം നമുക്ക് -1000 കിട്ടും. അങ്ങനെ അങ്ങ് പോകും. എക്സ് ടെൻസ് ടു 0 പോകുമ്പോൾ എഫ് ഓഫ് എക്സിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ എക്സ് ടെൻസ് ടു 0 പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഓഫ് എ വെരി ലാർജ് നമ്പറിലേക്കാണ് പോവുക. വെരി ലാർജ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻഫിനിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 0 പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു -∞ ആണ് വരിക. പക്ഷെ -∞ എന്ന് പറയുന്നത് നോട്ട് എ റിയൽ നമ്പറാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് ലിമിറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി നമുക്കതിൻ്റെ റൈറ്റ് ലിമിറ്റിലേക്ക് വരാം. അതായത് എക്സ് ടെൻസ് ടു 0+ എഫ് ഓഫ് എക്സിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0.1 ആണ് എടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/0.1 വരും, ദാറ്റ് ഈസ് 10 വരും. ഓക്കെ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 0.01 ആകുമ്പോൾ അത് 100ലേക്ക് പോകും. ഇനി 0.001 ആകുമ്പോൾ അത് 1000ലേക്ക് പോകും. ഇനി 0.0001 വരുമ്പോൾ അത് 10,000ലേക്ക് പോകും. അപ്പോൾ എക്സ് ടെൻസ് ടു 0+ പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകും, അതായത് വെരി ലാർജ് നമ്പറിലേക്ക് പോകുന്ന അർത്ഥം.
അപ്പോൾ വെരി ലാർജ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻഫിനിറ്റി യൂസ് ചെയ്യുന്നത്, നോട്ട് എ റിയൽ നമ്പർ. അതിനർത്ഥം ഇവിടെ റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കേസിൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. അതിൻ്റെ ആ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇഫ് എഫ് ആൻഡ് ജി ആർ ടു റിയൽ ഫങ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് എ റിയൽ നമ്പർ സി, ദെൻ f plus g is continuous at x equal to c, അതുപോലെ f minus g is continuous at x equal to c, then product function അതായത് f dot g is continuous at x equal to c, f by g is continuous at x equal to c. f by g പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം g of c is not equal to 0. ഇനി നെക്സ്റ്റ് വരുന്നത് പോളിനോമിയൽ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്. നമ്മൾ പോളിനോമിയൽ ഫങ്ഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an x റൈസ് ടു n. നേരത്തെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിസൾട്ട് ഇഫ് എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് സച്ച് ദാറ്റ് g of f is defined at c. If f is continuous at c and if g is continuous at f of c, then g of f is continuous at c. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആൻഡ് വിച്ച് ആർ കണ്ടിന്യൂസ്, ദെൻ ഇറ്റ്സ് കോമ്പസിഷൻ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ആ റിസൾട്ടും ഓർത്ത് വെക്കണം. ഇപ്പം നമുക്ക് 3 സെറ്റ്സ് എടുക്കാം. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിൽ നിന്ന് സെക്കൻഡ് സെറ്റിലേക്ക് എ ബി എടുക്കുകയാണെങ്കിൽ ഫ്രം എ ടു ബി. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എയിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് സി എന്ന് പറയുന്ന ഒരു ഇമേജ് എവിടെ കിട്ടും? ബിയിൽ. ഇനി നമ്മൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബിയിൽ നിന്ന്, ബി ടു സി. അപ്പോൾ ജി ആണ് ഫംഗ്ഷൻ എങ്കിൽ നമുക്ക് എഫ് ഓഫ് സിയുടെ ഇമേജ് എന്തായിട്ട് കിട്ടും? ജി ഓഫ് എഫ് ഓഫ് സി. അതിനർത്ഥം നമ്മൾ ഇവിടെ ഏതൊരു എലമെന്റ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് തേർഡ് സെറ്റിൽ ജി ഓഫ് എഫ് ഓഫ് സി എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ കിട്ടും. അപ്പം നമുക്ക് ഫസ്റ്റ് സെറ്റിൽ നിന്ന് തേർഡ് സെറ്റിലേക്ക് ഒരു കോമ്പസിഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിസൾട്ടൊക്കെ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.